രോഹിത് ശർമ്മയെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ BCCI തീരുമാനിച്ചെന്ന റിപ്പോർട്ട്. 2027 ലോകകപ്പ് ടീമിൽ ഉണ്ടാകില്ലെന്ന് സെലക്ടർമാർ താരത്തെ അറിയിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ലോർഡ്സിലെ അവസാന ഏകദിനത്തോടെ ടീമിൽ നിന്ന് ഒഴിവാക്കാനാണ് ആലോചന. വിവരങ്ങളുമായി കിലാഫ് അഹമ്മദ് ചേരുന്നു. കിലാഫ്, യുവതാരങ്ങൾക്ക് അവസരമൊരുക്കാൻ എന്ന പേരിലാണ് നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? തീർച്ചയായും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ യുവതാരങ്ങൾക്കുള്ള അവസരമൊരുക്കാൻ എന്ന രീതിയിലാണ് രോഹിത് ശർമ്മയെ ഈ ഒരു പരമ്പരയോടെ, ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയോടെ ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിലേക്ക് BCCI ഒരുങ്ങുന്നത്. അത് സംബന്ധിച്ച് താരവുമായി സംസാരിച്ചെന്ന രീതിയിൽ BCCI സെലക്ഷൻ കമ്മിറ്റിയും അതേപോലെ തന്നെ താരവും തമ്മിൽ സംസാരിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് താരത്തിന്റെ അവസാന 10 ഇന്നിംഗ്സുകളെ ഫോമുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാന 10 മത്സരങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുക 250 റൺസാണ് താരത്തിന് എടുക്കാനായത്. ആ ഒരു റൺസിന്റെ കണക്ക് കൂട്ടലും അതേപോലെ തന്നെ അവസാന 10 ഇന്നിംഗ്സിലെ മോശം ഫോമും എല്ലാം ചേർന്നതാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോയത്. അതിൽ യുവതാരങ്ങൾക്ക്, അതായത് യശസ്വി ജയ്സ്വാളും അതേപോലെ തന്നെ സഞ്ജു സാംസൺ, അതേപോലെ തന്നെ അവസാന ഏകദിനങ്ങളിൽ സെഞ്ചുറി അടിച്ച സഞ്ജു സാംസനെയും അതേപോലെ തന്നെ ഋതുരാജ് ഗെയ്ക്വാദിന് അടക്കമുള്ള താരങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ രോഹിത് ശർമ്മയുടെ മോശം ഫോമിനെ തുടർന്ന് ഈ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടാതെ താരത്തിന്റെ അവസാന ഇന്നിംഗ്സ്, അതായത് ഇന്ന് നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിന മത്സരത്തിലും താരത്തിന് വലിയൊരു റൺസ് കണ്ടെത്താനായിട്ടില്ല. 26 റൺസ് മാത്രമാണ് താരത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോർഡ്സിലെ ഇംഗ്ലണ്ടിനെതിരായ അവസാന മത്സരത്തോടുകൂടി തന്നെ ടീമിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. കൂടാതെ താരത്തിന്റെ പ്രകടനത്തിൽ, അല്ലെങ്കിൽ താരത്തിനെ ടീമിൽ നിലനിർത്തുന്നതിൽ ഗൗതം ഗംഭീറിനും അതേപോലെ തന്നെ സെലക്ഷൻ കമ്മിറ്റി ചീഫായിട്ടുള്ള അജിത് അഗർക്കറിനും തമ്മിൽ ഭിന്നാഭിപ്രായമാണ് ഉള്ളത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ വിരാട് കോഹ്ലിക്കും സമാനമായ രീതി ഉണ്ടെങ്കിലും താരത്തിന്റെ ഇപ്പോഴത്തെ ഫോമും അതേപോലെ തന്നെ IPL മിന്നും പ്രകടനം ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ താരത്തിനെ, കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ടീമിൽ സുരക്ഷിതൻ ആണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. കാരണം 2027 ലോകകപ്പിലേക്ക് പോകുമ്പോൾ ഒരു മികച്ച 11 തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ BCCI നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. എന്തായാലും ലോർഡ്സിലെ അവസാന ഏകദിനത്തോടെ, ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ അവസാന ഏകദിനത്തോടെ രോഹിത് ശർമ്മയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ. അഖില. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.